ഇത് വിശേഷണങ്ങളുടെ തലപ്പാവ് ചാർത്തിയ കോഴിക്കോട് നഗരം. രാഷ്ട്രീയ പ്രബുദ്ധരായ വികസന സ്നേഹികളായ ഒരു ജനത ഈ ദേശത്തിന്റെ മുഖമുദ്രയാണ്. അവരുടെ അതിഥിയായെത്തി നാടിന്റെ ഹൃദയം കവർന്ന് വികസനത്തിന്റെ തിരികൊളുത്തി ഗൃഹനാഥനായി മാറിയ രാഷ്ട്രീയ വ്യക്തിത്വത്തെ അഭിമാന പുരസ്സരം ഇവിടെ അടയാളപ്പെടുത്തട്ടെ. MKR എന്ന 3 അക്ഷരത്തിൽ കോഴിക്കോട്ട് നിറഞ്ഞു നിൽക്കുന്ന MK രാഘവൻ എന്ന ജനപ്രതിനിധി, മുഖവുര ആവശ്യമില്ലാത്ത കോഴിക്കോട്ടുകാരുടെ സ്വന്തം MKR. പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ മണൽത്തരികളെയും പുൽക്കൊടികളെയും വഴിത്താരുകളെയും നിരന്തരം തൊട്ടറിയുന്ന ജനകീയ MP. മാറുന്ന കോഴിക്കോടിന് സങ്കല്പങ്ങൾക്കും പ്രത്യാശയ്ക്കും നിറപ്പകിട്ടേകുന്ന വികസന പന്ഥാവിലേക്ക് നമ്മെ നയിക്കാൻ 2009 മുതൽ MK രാഘവൻ നമ്മോടൊപ്പമുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്ന അപൂർവം നേതാക്കളെ നമുക്കുള്ളൂ. MK രാഘവൻ അവരിലൊരാളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തന്റെ മണ്ഡലത്തിൽ അദ്ദേഹം നേടിയെടുത്ത സ്വീകാര്യത പത്തരമാറ്റ് വ്യക്തിത്വത്തിന് തിളക്കമേകുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ച MKR അവകാശ സമരങ്ങളുടെ മുന്നണി പോരാളിയായി കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിത്വത്തിൽ നിന്ന് പടിപടിയായി KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു. കോഴിക്കോട് ജില്ലയിലെ ചുമതല വഹിക്കുമ്പോഴാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സംഘാടന മികവിനുള്ള പ്രോത്സാഹനം കൂടിയായി അത്. വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ കോഴിക്കോട്ടുകാരുമായുള്ള ആത്മബന്ധം, സുഹൃത്ത് വലയം, പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാവുന്ന പരിചയം, MKRന്റെ സ്ഥാനാർത്ഥിത്വം പ്രവർത്തകർ ആവേശത്തോടെ ഏറ്റെടുത്തു. സാധാരണക്കാരും പാവപ്പെട്ടവരും തങ്ങളിലൊരാളായി MKRനെ നെഞ്ചിലേറ്റി രാഷ്ട്രീയത്തിന് ഉപരിയായ പിന്തുണ ലഭിച്ചു. അതിർത്തികൾ പുനർനിർണയിച്ച കോഴിക്കോട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തി രാഷ്ട്രീയ സൗമ്യതയുടെ ആൾരൂപമായ MKR വിജയതിലകം ചാർത്തി. ഒരു ജനപ്രതിനിധിയുടെ ഓഫീസും വീടും ജനങ്ങൾക്ക് മുമ്പിൽ ഏതു സമയവും തുറന്നിടപ്പെട്ടു. പലർക്കും അത്ഭുതമായിരുന്നു. MP ഉണ്ട് എന്നുള്ളത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരുപാട് അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ പറഞ്ഞാൽ അതിന് വേണ്ട രൂപത്തിൽ ചെയ്യാൻ സന്നദ്ധത കാണിക്കലുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ മോൻ തിരിച്ച് കാണിക്കാൻ സമയം കണ്ടെത്തലുണ്ട്. രാഘവൻ MP കോഴിക്കോടിൻ്റെ ആര്യാതനായ MP ആണ്. വളരെ നല്ല നല്ല കാര്യങ്ങൾ കോഴിക്കോടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നവീകരിച്ചതും സാധാരണക്കാരനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാ സംഗതികൾക്കും അയാൾ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ആരെന്തിനും ചെന്നു കഴിഞ്ഞാലും ഒരു അർഹതപ്പെട്ടതാണെന്ന് വെച്ചാൽ അയാൾ ചെയ്തു കൊടുക്കുന്നതാണ്. ചുരുങ്ങിയ കാലത്തിനിടെ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ വികസനങ്ങളും കേന്ദ്ര പദ്ധതികളും MKRന്റെ നേതൃശേഷിയുടെ അടയാളങ്ങളാണ്. കോഴിക്കോടിന്റെ വികസന സാധ്യതകളും സങ്കല്പങ്ങളും ജനകീയ പ്രശ്നങ്ങളും പഠിക്കാനും മുൻഗണനാടിസ്ഥാനത്തിൽ ഓരോന്നും അധികാര സ്ഥാനങ്ങളിൽ അവതരിപ്പിക്കാനും ശ്രമിച്ചു. അപൂർവ നേട്ടങ്ങൾ പലതും അതുവഴി ലഭിച്ചു. 4.5 വർഷത്തിനിടെ MPയുടെ കയ്യൊപ്പ് പതിയാത്ത വികസന പദ്ധതികളൊന്നും കോഴിക്കോട്ട് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള അംഗീകാരം നേടിയെടുത്തതോടെ രാഷ്ട്രീയ എതിരാളികൾ പോലും MKRലെ വികസന നായകനെ അംഗീകരിച്ചു. MP ശ്രീ MK രാഘവൻ സാറ് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അതിലൊന്നാണിപ്പം ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന എസ്കലേറ്റർ. ഇത് പ്രായമുള്ളവർക്കും അതുപോലെ ശാരീരികമായി അവശത അനുഭവിക്കുന്നവർക്കും വൈകല്യമുള്ളവർക്കൊക്കെ വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരുപാട് കാലത്തെ യാത്രക്കാരുടെ ഒരു സ്വപ്നമാണിപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്. ഇംഹാൻസിന് മികവിന്റെ കേന്ദ്രം പദവി കോഴിക്കോടിന് നഷ്ടപ്പെടുത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢശ്രമങ്ങളെയും നുണപ്രചരണങ്ങളെയും അതിജീവിക്കാനും MPക്ക് സാധിച്ചു. കോഴിക്കോടിന്റെ വികസന സാധ്യതകളെ തൊട്ടറിയുന്ന മോണോ റെയിൽ യാഥാർത്ഥ്യമാക്കാൻ MP വഹിച്ച പങ്ക് ജനങ്ങൾക്കറിയാം. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് മോണോ റെയിൽ
വിഭാവനം ചെയ്തത്. ഓരോ വികസന പദ്ധതികളും സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുമെന്നാണ് MP ചിന്തിക്കാറുള്ളത്. രണ്ടാം UPA സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തിരുവനന്തപുരം ജനശതാബ്ദി ഇന്റർസിറ്റി എക്സ്പ്രസ് കോഴിക്കോട്ട് വരെ നീട്ടിയതുൾപ്പെടെ റെയിൽവേ രംഗത്തെ നേട്ടങ്ങൾ അസൂയാവഹമാണ്. ദേശീയ ക്യാൻസർ നിയന്ത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അർബുദ പഠന വിഭാഗത്തിന് 3 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതുൾപ്പെടെ ആരോഗ്യരംഗത്തും ഒട്ടേറെ നേട്ടങ്ങൾ. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമേകാൻ മെഡിക്കൽ കോളേജിന് 1 കോടിയുടെ റേഡിയേഷൻ സോഴ്സ് അനുവദിക്കാൻ വഴിയൊരുക്കി. മെഡിക്കൽ കോളേജ് മികവിന്റെ കേന്ദ്രമാക്കാൻ 150 കോടിയുടെ കേന്ദ്ര സഹായം ലഭിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഉണർവേകാൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ജനപ്രതിനിധിയും കോഴിക്കോട്ടില്ല. അവരിവിടെ പല പ്രാവശ്യം ഹാർബർ സന്ദർശിക്കുകയും അതിനുള്ള പോരായ്മകൾ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും അതിന് വേണ്ടുന്ന സത്വര നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നും ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. എലത്തൂർ അണ്ടർപാസ്, പാവങ്ങാട് മേൽപ്പാലം, വടക്കുംപാട്ട് അണ്ടർപാസ്, പന്നിയങ്കര റെയിൽവേ മേൽപ്പാലം എന്നിവ നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു. ഇവ യാഥാർത്ഥ്യമാക്കാൻ ചുവപ്പുനാടയുടെ കുരുക്കഴിച്ച് MKR നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും റോഡുകൾക്കും പാലങ്ങൾക്കുമായി 20 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി. എണ്ണി പറയാൻ ചെറുതും വലുതുമായ 100 കണക്കിന് നേട്ടങ്ങൾ. എരഞ്ഞിപ്പാലം വെസ്റ്റ് ഹിൽ ചുങ്കം മിനി ബൈപ്പാസ്, കാലിക്കറ്റ് ബീച്ച് റോഡ്, വെങ്ങളം ROB ഫ്രാൻസിസ് റോഡ് ROB, കോസ്റ്റൽ ഹൈവേ, കോഴിക്കോട് നഗരത്തിലെ NH-17 വികസനം, പടനിലം നന്മണ്ട റോഡ്, ഫറോക്ക് കരുവന്തുരുത്തി റോഡ്, ബൈപ്പാസ് വികസനം അവസാനഘട്ടം എന്നിങ്ങനെ കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കിയ പദ്ധതികൾ നിരവധി. കക്കയം പെരുവണ്ണാമൊഴി ടൂറിസം പദ്ധതിക്ക് 5 കോടി കേന്ദ്ര സഹായം. വിവിധ തലത്തിലുള്ള ചികിത്സാ ധനസഹായങ്ങൾ പരമാവധി പേർക്ക് ലഭ്യമാക്കാനും കഴിഞ്ഞു. കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഭൂമിയും കെട്ടിടവും സർക്കാർ ഏറ്റെടുക്കുക എന്നത് 2 ദശാബ്ദത്തോളമായി ജനങ്ങളുടെയും 100 കണക്കിന് നിർധനരായ തൊഴിലാളികളുടെയും ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ MP-യുടെ ഇടപെടലിന് കഴിഞ്ഞു. ഏതു പാതിരാവിലും ആർക്കും വിളിച്ചുണർത്താമെന്ന സ്വാതന്ത്ര്യമാണ് ജനങ്ങൾ MK രാഘവനിൽ കാണുന്ന പ്രത്യേകത. മത്സ്യം ജലാശയത്തിലെന്ന പോലെ ജനങ്ങൾക്കിടയിലല്ലാതെ ഇദ്ദേഹത്തിന് മറ്റൊരു ലോകമില്ല. സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കുമിടയിൽ സാന്ത്വനത്തിന്റെ കൈസ്പർശമാകാൻ, അവയെ സ്വന്തമെന്ന പോലെ ഏറ്റെടുക്കാനുള്ള MKRന്റെ മനസ്സ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും മാർഗദർശകമാണ്, മാതൃകയാണ്. കോഴിക്കോട്ടെയും ഡൽഹിയിലെയും അദ്ദേഹത്തിന്റെ ഓഫീസുകളിലെ തിരക്ക് മാത്രം മതി ജനങ്ങൾ എത്രമാത്രം തങ്ങളുടെ MP-യെ ആശ്രയിക്കുന്നു എന്നതിന് തെളിവായി. അധികാരസ്ഥാനത്തിന്റെ തലക്കനമോ ജാടകളോ ഇല്ലാത്ത സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം തുടരുന്നതാണ് MKRന് ആത്മസംതൃപ്തിയേകുന്നത്. എക്കാലത്തും എനിക്ക് ഊർജമായി ഉണ്ടായത് കോഴിക്കോട്ടെ ജനങ്ങളാണ്. വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ, കർഷകത്തൊഴിലാളികളുടെ ഇവരുടെ എല്ലാം സങ്കല്പത്തിനനുസരിച്ച്, പ്രതീക്ഷക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പരമാവധി പ്രവർത്തിക്കാൻ ശ്രമിച്ചു. എല്ലാം യാഥാർത്ഥ്യമെന്ന് പറയാൻ കഴിയില്ല. അത് കൂടുതൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാവരുടെയും പിന്തുണ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ കോഴിക്കോട് എന്തായിരിക്കണം, ആ കോഴിക്കോടിനെ നാളത്തെ കോഴിക്കോടായി മാറ്റണമെങ്കിൽ എല്ലാവരുടെയും പിന്തുണ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം തന്നെ ഇതുവരെ എന്നെ സഹായിച്ച കോഴിക്കോട്ട് ജനങ്ങളോട് എൻ്റെ കടപ്പാട്, നന്ദി അറിയിക്കുന്നു. തീർച്ചയായും അവരെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു.